നമസ്തേ. സക്ഷം ഉത്സവ് എന്നത് ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ശാക്തീകരണത്തിനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുമായി ഒരുക്കുന്ന ഒരു പ്രധാന ദേശീയതല സംയോജിത മേളയാണ്. 2027 ഈ ദേശീയോത്സവം തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. സക്ഷം ഉത്സവ് സ്വാഗത സംഘ രൂപീകരണത്തിൽ സദാനന്ദൻ മാസ്റ്റർ MP സംസാരിക്കുന്നു. ആ വീഡിയോ നമുക്ക് കാണാം. സ്റ്റേറ്റ് സെക്രട്ടറി ഹരിദാസേട്ടനെല്ലാം കൊണ്ട് പ്രിയപ്പെട്ട സദാനന്ദൻ മാഷ് ഇവിടെ നിർവഹിക്കുന്നു. സമദൃഷ്ടി ക്ഷമതാ വികാസ മണ്ഡൽ അഥവാ സക്ഷമ ഭിന്നശേഷി മേഖലയിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ RPWD ആക്ട് പ്രകാരമുള്ള 21 വൈകല്യങ്ങളെ 7 മേഖലകളായി തിരിച്ച് അവയിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, സ്വാവലംബനം, സാമൂഹികം എന്നിവയായി തിരിച്ചുകൊണ്ട് ആ മേഖലയിലെ ഓരോ ഈ 7 മേഖലയിലെയും ദിവ്യാംഗർക്ക് വേണ്ടിയിട്ട് അവരുടെ സേവനം നൽകുന്ന സംഘടനയാണ് സക്ഷമ. ഗവേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സക്ഷമ ദേശീയ തലത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഭിന്നശേഷിക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന്, വിദ്യാഭ്യാസം, ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഗവേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സക്ഷമ ദേശീയ തലത്തിൽ ശ്രദ്ധ ഊന്നി പ്രവർത്തിച്ചു വരികയാണ്. കേരളത്തിൽ 2008 പ്രവർത്തനം ആരംഭിച്ച സക്ഷമ ഓരോ വീട്ടിലും ചെന്ന് ദിവ്യാംഗരെ സമ്പർക്കം ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങളെ നേരിട്ട് കാണുകയും സമൂഹത്തിൻ്റെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് അത്തരം പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കാണുകയും ചെയ്യുന്ന സംഘടനകൾ വളരെ വലിയ രീതിയിൽ എത്തിയെന്ന് സക്ഷമ അവകാശപ്പെടുന്നില്ല. എങ്കിലും ചെറിയ നിലയിലാണെങ്കിലും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഏതാണ്ട് 40ഓളം താലൂക്കുകളിൽ സക്ഷമയുടെ പ്രവർത്തനം ദിവ്യാംഗരെ ഒരു കർമ്മമെന്ന അല്ലെങ്കിൽ ഒരു സ്വന്തം കർമ്മമെന്നതിലേക്ക് ഇതിനെ നോക്കിക്കാണുന്ന വോളണ്ടിയേഴ്സ് അവരുടെ നേതൃത്വത്തിൽ ഓരോ വീട്ടിലും കടന്നു ചെന്ന് സക്ഷമയ്ക്ക് ചെയ്യാവുന്ന, സമൂഹത്തെ സഹകരിച്ച് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ സക്ഷമ ചെയ്തു വരുന്നു. അതിന് ഒരു തുടർച്ച എന്നോണം ഈ വരുന്ന ജനുവരി 20, 21, 22, 24 വരെയുള്ള ഡേറ്റുകളിൽ ഈ മേഖലയിലെ ഒരു ദേശീയ എബിലിറ്റി ഫെസ്റ്റ്, നാഷണൽ എബിലിറ്റി ഫെസ്റ്റ് അത് കേരളത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം ഈ മേഖലയിലേക്ക് ദേശീയ സ്ഥാപനങ്ങളുടെ ഒരു പങ്കാളിത്തം എന്താണ്, അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒരു സൊസൈറ്റി ഭിന്നശേഷി മേഖലയിലെ പ്രശ്നങ്ങൾ അവയ്ക്കുള്ള പ്രതിവിധിക്ക് ഒരു സൊസൈറ്റി എന്നുള്ളതിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പങ്കാളിത്തം എന്തായിരിക്കണമെന്ന് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ട് സെമിനാറുകൾ, അതോടൊപ്പം തന്നെ യുവാക്കളുടെ പങ്കാളിത്തം, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനുള്ള പങ്കാളിത്തം, അതൊക്കെ ഇവിടെ വിശദീകരിക്കും. ഇങ്ങനെ ഒരു വലിയ പരിപാടിയായിട്ടാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പരിപാടിയെ കുറിച്ചിട്ട് നമ്മുടെ വിശദീകരണം ഉണ്ടാകും. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സക്ഷം എബിലിറ്റി ഫെസ്റ്റ് സക്ഷം ഉത്സവ് 2027 ചെയർമാൻ ബഹുമാനപ്പെട്ട ശ്രീ സദാനന്ദ മാഷ് MP ആണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് നിങ്ങൾക്കെല്ലാം വേണ്ടി പരിചയപ്പെടുത്തുകയാണ്, ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ സക്ഷമയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ P. ബാലചന്ദ്രൻ മന്നത്തവറുകൾ, അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് സൂപ്രണ്ടായിട്ട് വിരമിച്ചു, വിവിധ മെഡിക്കൽ കോളേജുകളുടെ പ്രിൻസിപ്പളായിട്ട് വിരമിച്ച ആളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ശ്രീ C. സുരേഷ് സാർ, നിങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലക്കാർക്ക് സുപരിചിതനാണ്. അദ്ദേഹം പീഡിയാട്രീഷ്യനാണ്. ബേസിക്കലി ഈ നമ്മുടെ ഫെസ്റ്റിൻ്റെ വർക്കിംഗ് ചെയർമാനാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സുനിൽകുമാർ, അദ്ദേഹം ഈ ഫെസ്റ്റിൻ്റെ
സെക്രട്ടറി ജനറലാണ്. ഇവിടെ ആയുർവേദ രംഗത്താണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സക്ഷമയുടെ കേരളം അതേപോലെ തമിഴ്നാട് ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ സംഘടനാ സെക്രട്ടറി ശ്രീ വി വി പ്രദീപ് കുമാർജി, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഇവിടെ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇതിൻ്റെ വിജയം ഇതൊരു വലിയ വിജയമാകണമെങ്കിൽ നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. തീർച്ചയായിട്ടും ഒരു മാനുഷിക മൂല്യമുള്ള പ്രവൃത്തി എന്നുള്ള നിലയിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം സക്ഷമം നടത്തുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളെല്ലാം ഉണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെല്ലാവരെയും ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും സക്ഷമയുടെ മറ്റ് ഭാരവാഹികളെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മാധ്യമ പ്രവർത്തകരായ എല്ലാ സഹോദരികൾക്കും സ്നേഹപൂർവ്വമായ ഇങ്ങനെയൊരു മാധ്യമ സമ്മേളനം വിളിച്ചു കൂട്ടിയത് എന്തിനാണ് എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സക്ഷമ സമദൃഷ്ടി ക്ഷമതാ വികാസ് ഏവം അനുസന്ധാൻ മണ്ഡൽ എന്നാണ് പൂർണ്ണമായത്. നമ്മുടെ സമൂഹത്തിലെ ശാരീരിക പരിമിതികൾ അനുഭവിക്കുന്ന സഹോദരങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് സക്ഷമ ദേശീയ തലത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം യാതന അനുഭവിക്കുന്ന അനേകം ആളുകളുണ്ട്. ആ യാതനകൾ അവർക്ക് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങൾക്കുമുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളെയും സജ്ജരാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ഉതകണം. നമ്മൾ പറഞ്ഞിരുന്ന പോലെ ഇത്തരം പ്രത്യേക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടേതായ പ്രത്യേക ലക്ഷ്യങ്ങൾ സമൂഹത്തിലുണ്ട്. അത് അവരെ തിരിച്ചറിയിക്കാനും അവർക്ക് മനസ്സിലാക്കി സമൂഹത്തിൽ മുന്നോട്ട് പോയവരെ യുക്തരാക്കാൻ വേണ്ടിയുള്ള ഒരു അനേകം സംഘാടന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന എക്സ്പോയിലൂടെ ഇത്തരം ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള പൊതുജനങ്ങളെ മനസ്സിലാക്കി കഴിയും. അതുകൂടാതെ അവർക്ക് വേണ്ടി നടക്കുന്ന റിസർച്ച് പ്രോഗ്രാമുകൾ, അവരുടെ സഹായത്തിന് ഉപകരിക്കുന്ന ഉപകരണങ്ങളുടെ നിർമ്മാണം, ആ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളെ സഹായിക്കാനുള്ള മാർഗങ്ങൾ, ഒരു ഭിന്നശേഷി കുട്ടിക്ക് അല്ലെങ്കിൽ വളർന്ന ആളിന് ഒരു ജോലി ലഭിക്കുക മാത്രമല്ല, സാമ്പത്തിക സഹായം ലഭിക്കുക മാത്രമല്ല, അതിനും അപ്പുറത്ത് സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് സമൂഹത്തിൻ്റെ ഭാഗമായി തീരാൻ കഴിയുമെന്ന് ഉള്ള ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രധാന ഉദ്ദേശം. നമ്മൾ നടത്തുന്ന എല്ലാ കാര്യങ്ങളും സമൂഹത്തിലെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള വിവിധതരം പ്രോഗ്രാമുകൾ ഇതിനകത്തുണ്ട്. അതെല്ലാം ടെക്നിക്കലി സൂപ്പർബായിട്ടുള്ള ആളുകൾ ആ രീതിയിൽ പരിശീലനം ആളുകളെ ചികിത്സിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിപ്പിച്ച ഒരു കൂട്ടം ആളുകളുടെ സേവനങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാകും. ഇത് ഒരു തുടക്കം മാത്രമായി ജനഹൃദയങ്ങളിൽ എത്തണം. അതിനുശേഷം ഇത്തരം വേദനകൾ അനുഭവിക്കുന്ന ഓരോ കുടുംബത്തിലെയും അംഗങ്ങൾക്ക് സ്വന്തം ജോലി പോലും ചെയ്യാൻ കഴിയുന്ന നിലനിൽക്കുന്ന ആളുകൾക്ക് സഹായവും ആത്മവിശ്വാസവും വളർത്തുവാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ഉത്തരണം. അതിനുള്ള തുടക്കം മാത്രമാണിത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇത്തരം പല കാര്യങ്ങളും സംശയം ഉണ്ടാകാം. സാധാരണയായി ഒരു കുട്ടിക്കുണ്ടാകുന്ന ബുദ്ധിപരമായ പ്രശ്നങ്ങൾ, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ, അതൊക്കെ വളരെ നേരത്തെ കണ്ടെത്താനുള്ള പ്രത്യേക പരീക്ഷണങ്ങൾ, അതിന് ഉപയോഗിക്കുന്ന റിസർച്ച് വർക്കുകൾ, ഡയലോഗുകൾ, ഇതിന് ചെയ്യുന്ന തരുന്ന കമ്പനികളെ സഹായിക്കുന്ന മാർഗങ്ങൾ, എവിടെയൊക്കെ ഇവർക്ക് സഹായം എത്തിക്കാമോ പരിശീലനം നടത്താൻ കഴിയും, അതൊക്കെ ചെയ്യിക്കാൻ കഴിയുക. അതുകൂടാതെ അവർക്ക് നൽകാൻ കഴിയുന്ന ട്രെയിനിങ് കൂടി ജോലി ലഭിക്കുന്ന ആളുകളുടെ ആത്മവിശ്വാസം, കുടുംബത്തിൻ്റെ ബന്ധത്തിൻ്റെ വളർച്ച, സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കം, ഇതെല്ലാം ഈ എക്സ്പോയിലുണ്ട്.
ബന്ധപ്പെട്ട സെമിനാറുകൾ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് അവരെ സ്നേഹിക്കുന്നത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കാം. അതിൽ പ്രത്യേക പരിശീലനം നേടിയ ഡോക്ടർമാരോട് പ്രവർത്തിക്കുന്ന ആളെല്ലാം എടുക്കുകയാണ്. നിങ്ങളുടെ സഹായം ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ഈ സന്ദേശം എത്തിക്കാനും അവരെ സമൂഹത്തിൽ വലിയൊരു സ്ഥാനം നേടാൻ സഹായിക്കുന്ന ചിന്ത നിങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. സക്ഷമോത്സവ് എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു സമഗ്രമായ ഒരു ഇവൻ്റാണ്. ഒരു പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു ഇവൻ്റായിരിക്കും. ഇന്ന് ലോകത്താകമാനം തന്നെ ധാരാളം മാറ്റങ്ങൾ ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അത് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിന് വലിയ സമയതാമസം ഉണ്ടാകാറുണ്ട്. പക്ഷെ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ രംഗത്ത് നടക്കുന്ന അതിനൂതനമായ എല്ലാ കാര്യങ്ങളെയും ഒരേ വേദിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സക്ഷമോത്സവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായി നമ്മൾ കാണുന്നത്. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ റിസർച്ച് ഓർഗനൈസേഷൻസും ഇവിടെ അത് റെപ്രസെൻ്റ് ചെയ്യപ്പെടും. ഇതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാ വിധമായ ബിസിനസ് ഓർഗനൈസേഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതുകൂടാതെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മളെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ധാരാളം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഇന്ന് പല പ്രോജക്റ്റുകളും ചെയ്യുന്നുണ്ട്. അത്തരം പ്രോജക്റ്റുകൾ അവിടെ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പുതിയ തലമുറയുടെ ചിന്തകളിൽ ഇതെത്തിക്കാൻ ഒരു ദിവ്യാംഗൻ ആൾക്കാരുടെ മാത്രം ഒരു ഫെസ്റ്റിവലായിട്ടല്ല, മുഴുവൻ സമൂഹത്തിൻ്റെയും ഫെസ്റ്റിവലായിട്ടാണ് ഇതിനകത്ത് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ സെമിനാർ എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഹൈ എൻഡ് ആയിട്ടുള്ളൊരു സെമിനാറാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന ഈ രംഗത്ത് നടക്കുന്ന എല്ലാവിധമായ മാറ്റങ്ങളെയും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെയും ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ശാസ്ത്ര സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം ആ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാവും. 3 യൂണിവേഴ്സിറ്റികളുടെ സപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 50-ലധികം NGOകളുടെ സപ്പോർട്ട് ഇതിനധികം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ മന്ത്രാലയങ്ങളുടെയും അതിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും പാർട്ടിസിപ്പേഷൻ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. സംസ്ഥാന സർക്കാരിൻ്റെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസിൻ്റെയും സപ്പോർട്ട് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ആ രീതിയിൽ ഇന്ന് ഇവിടെ മാഷ് സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത രീതിയിൽ ഒരു സമഗ്രമായ രീതിയിൽ ദിവ്യാംഗൻ ആ ഒരു വിഭാഗത്തിനെ പൊതുസമൂഹവുമായി യോജിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ശ്രമമാണ് ഈ സക്ഷമോത്സവ് 2027 എന്ന പേരിൽ നമ്മളിത് വിഭാവനം ചെയ്യുന്നത്. ഇതുകൂടെ വർക്ക്ഷോപ്പുകൾ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുമായി പ്രവർത്തിക്കുന്ന സംഘടനകളെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു യാത്രയും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഇതൊരു അവയർനെസ് ക്രിയേഷനാണ്. മൊത്തത്തിൽ കേരളത്തിനെ തന്നെ ഒരു ദിവ്യാംഗ സൗഹൃദമായി മാറ്റുന്ന ഒരു സംസ്ഥാനമായി മാറാനും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുഴുവൻ സപ്പോർട്ടും ആർജിക്കാനുമുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇതിനകത്ത് വിഭാവനം ചെയ്യുന്നത്. ഇതാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്. ഇതിൽ പങ്കെടുത്ത എല്ലാ മാധ്യമപ്രവർത്തകർക്കും സക്ഷമോത്സവ് 2027 പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരെയും നമ്മളെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തുക. ഔട്ട്രോയെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.